ഹലോ ഫ്രണ്ട്സ്, ഇന്നെങ്ങനെയാണ് മൈക്രോഗ്രീൻ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മൈക്രോഗ്രീൻസ് എങ്ങനെയാണ് വളർത്തുന്നത്, മൈക്രോഗ്രീൻസ് എന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ കാണാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക. ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ മൈക്രോഗ്രീൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനതിൻ്റെ ഇലയോടൊപ്പം തണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് എത്രയും വേഗം തന്നെ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇത് തോരന് വേണ്ടി ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളിത് കഴുകണം. അതിനുശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങയാണ്, തേങ്ങ ചിരകിയത്. പിന്നെ നമുക്ക് ചെറിയുള്ളിയാണ് വേണ്ടത്. അത് കുറച്ച് അരിഞ്ഞതും അല്ലാതെ നമ്മുടെ തേങ്ങയുടെ കൂടെ ഇട്ട് അരച്ചെടുക്കാൻ വേണ്ടിയുള്ളതും കൂടെ വേണം. മുഴുവൻ ഒരു 7-8 എണ്ണം നമുക്ക് വേണ്ടി വരും. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യമാണ്. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാവും. പിന്നെ കറിവേപ്പിലയും പച്ചമുളക് ഇഷ്ടം, അതായത് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി തോരന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. ചെറിയ ജാറായതുകൊണ്ട് ഞാനിത് 2 തവണയായിട്ടാണ് അരയ്ക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് അരയ്ക്കാം. ഇനി ഞാനിവിടെ പകുതി വേവിച്ച ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇനി പാൻ ചൂടാവുമ്പോൾ എണ്ണ ഇതിലേക്ക് ഒഴിക്കാം. അടുത്തതായി അല്പം കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ചേർക്കാം. അതിനുശേഷം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൈക്രോഗ്രീൻസ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മൈക്രോഗ്രീൻസ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും, ഇല ആയതുകൊണ്ട് തന്നെ. തോരൻ ഈ ഒരു പരുവം ആകുമ്പോഴേക്കും നമുക്ക് പകുതി വേവിച്ച ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് മിക്സ് ചെയ്ത് നമ്മൾ ചക്കക്കുരു പൊടിക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മൈക്രോഗ്രീൻസ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർക്കാം. ആ ഒരു കാര്യം വിട്ടുപോയി, ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഈ ഒരു ടൈമിൽ നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മൈക്രോഗ്രീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.